ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓണമാണ് ഇന്ന് ആനന്ദത്തിൽ. പൂക്കളമാണ് ഓണം ആഘോഷം കൂടുതൽ. ഈ വർഷത്തെ നിന്റെ ഓണത്തെ കുറിച്ചുള്ള ഓർമ്മ പറഞ്ഞു. ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടായിരുന്നു. ആ വെള്ളമോ സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് ആവും. അടിപൊളി അടിപൊളി സദ്യ. നമസ്കാരം. അപ്പോ നമ്മുടെ ഓണം നമ്മുടെ ഈ വീട്ടിലേക്ക് ഞങ്ങള് ആനന്ദത്തിലേക്ക് വന്നിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഓണമാണ്. ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതെ, അതുകൊണ്ട് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് മാറി വരുന്നു. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ഓണം. അതല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു പേഴ്സണൽ വീഡിയോ സത്യത്തില് നമ്മുടെ ഡോക്ടറിന്റെ ചാനൽ ഇന്നുവരെ ചെയ്തിട്ടില്ല. ശരി, വീഡിയോയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏതാണ്ട് 310ഓളം വീഡിയോസ് ചെയ്തതിൽ ഒരെണ്ണം പോലും എന്റെ പേഴ്സണൽ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ആനന്ദത്തിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ രണ്ടുപേരും ഞാൻ തമാശയായിട്ട് ഇവിടെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് ചെയ്താലോ ഒന്ന്. പക്ഷെ എന്നാലും അത് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു. ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ. അതെ, അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അച്ഛൻ, അനിയൻ, നമ്മുടെ അനുജന്റെ വൈഫ് ചിന്നു, പിന്നെ നമ്മുടെ അളിയൻ, അതായത് ഇവിടെ അനുജനുണ്ട്, അച്ഛൻ, അമ്മ, വൈഫ്, കൊച്ച്, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓണമാണ് ഇന്ന് ആനന്ദത്തിൽ. അപ്പൊ ഒരു എന്താ പറയാ, വളരെ പേഴ്സണൽ അല്ലേ? അല്ല, എന്തുകൂടെ കാണാം. അപ്പൊ ഇന്ന് നമുക്ക് നന്ദക്കുട്ടനാണ് ഇന്ന് ഫ്രെയിമിലുള്ളത്. ഞാനിന്ന് ക്യാമറയുടെ ബാക്കിലാണ്. നന്ദക്കുട്ടൻ ഓണമായോ? അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ഇതാ ഞങ്ങളുടെ പൂക്കളമാണ് അല്ലേ? നമുക്ക് അകത്തോട്ട് കയറിയാലോ? ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നന്ദക്കുട്ട, ആരൊക്കെയാ വന്നിരിക്കണം? ഇത്തവണത്തെ ഞങ്ങളുടെ ഓണം ഇവിടെയാണ്, ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്ന് ഓണം ആഘോഷിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറുവാണേ. ആദ്യം കല്ലറപ്പനെ പരിചയപ്പെടുത്തിയോ? നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അങ്ങോട്ട് കയറിക്കോ. പറഞ്ഞോ. അച്ഛൻ്റെ അച്ഛൻ. ഓക്കെ. നന്ദുകൂട്ടൻ എന്നാ വിളിക്കണേ? കല്ലറയപ്പനാണ് ഞാൻ വിളിക്കുന്നത്. അതായത് എൻ്റെ വീട് കോട്ടയം കല്ലറയാണ്, അതുകൊണ്ട് കല്ലറയപ്പൻ എളുപ്പത്തിൽ വിളിക്കുന്നു അല്ലേടാ നന്ദുകൂട്ടൻ? ചോദിച്ചേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, ഓണത്തിന്റെ വിശേഷങ്ങൾ കേട്ടോ. ഓണാഘോഷങ്ങള്, ഓണം ആഘോഷം കൂടുതലുണ്ടെങ്കിൽ പോലും പഴയ പോലെയുള്ള ഓണാഘോഷങ്ങൾ, ഓണക്കളികൾ, ഓണത്തോടനുബന്ധിച്ചുള്ള നാടൻ കളികൾ ഒക്കെ വളരെ കുറവാണ്. ഇപ്പോൾ പറഞ്ഞാൽ പട്ടണത്തിലുള്ള പോലെ തന്നെ ഇതേ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പൂക്കളം ഇടുന്നത് വളരെ ചുരുക്കമാണ്. പണ്ടൊക്കെ നാട്ടിൽ തന്നെ പൂവുകൾക്ക് ധാരാളം ഉണ്ടായിരുന്നു, നാട്ടിൽ നടന്ന് പറിച്ചെടുക്കുകയായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന പൂവ് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഉള്ളതുപോലെ ഇടുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ ഓണാഘോഷം. അപ്പൊ അടുത്ത ആളാരാ? ഇത് എന്റെ അമ്മയുടെ അച്ഛനാണ്. ഇങ്ങോട്ട് നോക്കിയോ. അതാ ചോദിച്ചോ. അച്ഛന്റെ പേര് പറഞ്ഞാ, അപ്പൂപ്പന്റെ പേര് പറഞ്ഞേ. മുരളീധര പണിക്കർ. ഓക്കെ, മൈക്ക് കാണിച്ചേ അങ്ങോട്ട്. ഈ വർഷത്തെ ഓണത്തെ പറ്റി സംസാരിക്കുമ്പോൾ വളരെയധികം സാമൂഹ്യമായിട്ട് എല്ലാവരും ഇടപെടുന്ന ഓണമാണ്. ഒരു കാലത്ത് ഹിന്ദുക്കളുടെ ആചാരം ആയിട്ടുള്ള വാമനൻ്റെ അവതാരമൂർത്തി, ദശാവതാരത്തിൽപ്പെട്ട വാമനമൂർത്തിയുടെ അവതാരത്തോട് ബന്ധപ്പെട്ട് ഹിന്ദുക്കളാണ് ഓണം ആഘോഷിച്ചത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് തികച്ചും മതേതരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം. കഴിഞ്ഞ 10-71 വർഷക്കാലത്തെ ഓണം ആഘോഷിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ കൊച്ചുമക്കളുടെ കൂടെയൊക്കെ ഓണം ആഘോഷിക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഓണക്കാലത്ത് മാത്രമായിരിക്കും ചിലപ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത്. എങ്കിലും ഇപ്പോൾ ആ വ്യവസ്ഥിതിയും ആ അവസ്ഥയൊക്കെ മാറിയിട്ട് ആഹാരവും വസ്ത്രവുമൊക്കെ സമ്പന്നരുടെ മാത്രമല്ല പാവപ്പെട്ടവരുടെയും വീടുകളിൽ സുഭിക്ഷമായിട്ട് വന്നു ചേരുന്ന ഒരു കാലം. സമ്പന്നരേക്കാൾ കൂടുതൽ പാവപ്പെട്ടവർക്കാണ് ഓണം. പട്ടിണി പാവങ്ങൾ ഓണക്കാലത്താണ് അവരുടെ കൊയ്ത്ത് കഴിഞ്ഞ് അവരുടെ വീടുകളിൽ നെല്ലും പദം കിട്ടുന്ന നെല്ലുമൊക്കെ കൊണ്ടുവന്ന് കൊയ്ത് മെതിച്ച് അരിയും ആഹാരമൊക്കെ സുഭിക്ഷമായിട്ട് കഴിച്ചിരുന്നു. എല്ലാവരെയും ഞാൻ എൻ്റെ എളിയ തിരുവോണ ആശംസകളും കൂടി അറിയിച്ചു. അങ്ങോട്ടൊക്കെ പാസ് ചെയ്തോ. ഇത് എൻ്റെ കൊച്ചച്ഛനാണ്, അച്ഛൻ്റെ അനിയൻ. അതെ, എൻ്റെ അനുജനാണ് അരവിന്ദ് ശങ്കർ, ഗോപു എന്ന് വിളിക്കും. ആള് നമ്മുടെ കല്ലറ പഞ്ചായത്തിലെ ഏതാണ് വാർഡ്? 4 4-ാം വാർഡ് മെമ്പർ കൂടിയാണ്.
അപ്പം അത് വൈഫ് ചിന്നു എവിടെയാണെന്നൂടെ വർക്ക് ചെയ്യുന്നൂടെ പറഞ്ഞാല്? ആ, ഓണംതുരുത്ത്, നമ്മുടെ നീണ്ടൂർ ഓണംതുരുത്തെ, കോട്ടയത്ത് തന്നെ. ഇനി പറഞ്ഞോ, നിന്റെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മ പറഞ്ഞേ. ഞങ്ങളുടെ ഓർമ്മകൾ തമ്മിൽ 3 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. പറഞ്ഞു. ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ പണ്ടൊന്നും നമ്മുടെ നാടുകളിലധികം ഈ കലാപരിപാടികളോ മറ്റു കാര്യങ്ങളൊന്നും അതങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും മനസ്സിന് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും, എന്തിനധികം പറയുന്നു, ഒരു വാർഡിൽ തന്നെ, പിന്നെ ഒരു വാർഡ് മെമ്പറായതുകൊണ്ട് പറയുന്നതാണ്, ഒരു വാർഡിൽ തന്നെ 2-3 സ്ഥലത്തൊക്കെ ഓണാഘോഷ പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊരു കൂട്ടായ്മയുടെ, അതോടൊപ്പം തന്നെ എല്ലാവരുടെ ഒത്തുചേരലിൻ്റെ, അതുകൂടാതെ ഒരു ആഘോഷത്തിൻ്റെ, അവിടെ എല്ലാ വസ്തുതകളും മറന്നുകൊണ്ട് കുട്ടികളും വലിയവരും അപാരവൃതം ജനങ്ങളും ഒന്നുചേരുന്ന ഒരു പ്രക്രിയയാണ് അവിടെ കാണുന്നത്. അത് ഇന്ന് എല്ലാ നാടുകളിലും വളരെ വലിയ തോതിൽ ഓണം ആഘോഷപൂർവമായിട്ട് ഗ്രാമാന്തരങ്ങളിലും കൂടാതെ ഓഫീസുകളിൽ പോലും നല്ല രീതിയിൽ അതിനെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മനസ്സിന് തൃപ്തിയുള്ള കാര്യമാണ്. എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും ഈ ഒത്തൊരുമ എല്ലാ മലയാളിക്കും, എല്ലാ ഭാരതീയനും ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചിന്നുവിന്റെ ഓർമ്മ എങ്ങനെയാ? പഴയ ഓണം പുതിയ ഓണം, അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. പഴയ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും സദ്യയൊക്കെ വെച്ച് ഗെയിംസ് എല്ലാം കളിച്ച് ഒരു എന്താ പറയുന്നത്, ഒരു നൊസ്റ്റാൾജി തന്നെയാണ് പഴയ ഓണം. പുതിയ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാം റെഡിമെയ്ഡ് ആണ്. എല്ലാം ഇൻസ്റ്റന്റ് ആയി. നമുക്ക് അതിനെ കുറിച്ച് ഒരു ഓർമ്മ വെക്കലൊന്നും ഇല്ല. പഴയ ഓണം തന്നെയാണ് എപ്പോഴും ഓർമ്മ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പറഞ്ഞോടാ, ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം പറഞ്ഞില്ല, എല്ലാവർക്കും. ഓക്കെ. അപ്പൊ ഇനി നമ്മള് അടുക്കളയില് എല്ലാം ഒരുവിധം വെച്ച് കഴിഞ്ഞു അല്ലേ? ഇനി എന്നാ വെച്ചോണ്ടിരിക്കണേ? സദ്യ വെക്കുന്നതിന്റെ ഇപ്പൊ ഇനി പായസം ഉണ്ടായി. പായസത്തിന് നേരത്തെ കൊടുക്കുന്നവരാ പായസത്തിന്? അമ്മാവൻ. എന്റെ അമ്മാവൻ അമ്മയുടെ അനിയനാണ്. അമ്മയുടെ അനിയൻ, എന്റെ അളിയൻ. അളിയന്റെ മകളാണ് ഈ നിൽക്കുന്നത്. പേര് പറഞ്ഞടാ ഇവളുടെ? ഇവളുടെ പേര് വൈഗിരി എന്നാണ്. ഇവൾക്ക് 1.25 വയസ്സാണ് ഉള്ളത്. വൈഗിരി, ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഇവിടെ നോക്കി പറ. ഒന്നൂടെ ഹാപ്പി ഓണം പറഞ്ഞു കഴിഞ്ഞു. ഒരു ടാറ്റയോടെ കാണിച്ചേ. ടാറ്റാ. ഓക്കെ. ഇവിടെ വൈഫുണ്ട്, അമ്മയുണ്ട്. ഇതാണ് അളിയൻ മുകുന്ദൻ. ഇത് അളിയൻ്റെ വൈഫ് ശങ്കരി. അപ്പോൾ അമ്മയും തുടങ്ങാം. അമ്മയല്ലേ മുതിർന്ന ആള്. അമ്മേ, ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഞങ്ങൾ ഇത്തവണ എല്ലാവരും ഓണത്തെക്കുറിച്ച് ഓർമ്മകളാണ് ചോദിക്കണേ. പറഞ്ഞു. ഞങ്ങൾ ചെറുപ്പകാലങ്ങളിൽ ഇഷ്ടം പോലെ ആഘോഷിക്കാറുണ്ടായിരുന്നു. എന്റെ വീട് പള്ളത്താണ്. പള്ളത്ത്, കോട്ടയം പള്ളവേ. അവിടെ കോട്ടയം ജില്ലയില് പള്ളത്ത്. അപ്പൊ അവിടെ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരുള്ളപ്പോ ഞങ്ങള് ഇപ്പോഴത്തെ പോലെ നമുക്ക് പേടിക്കണ്ടല്ലോ ആരെയും. ആ പറമ്പിൽ ഞങ്ങൾ ഇഷ്ടം പോലെ ഒത്തിരി കളികളുണ്ടായിരുന്നു. ഒത്തിരി കളി കളിച്ച് ഇപ്പോഴും എനിക്ക് കളിക്കണം ആഗ്രഹമുണ്ട്. അന്നത്തെ ഉള്ള ഇന്നത്തെ ഇല്ലാത്ത പറഞ്ഞേ ഏതാ കളികള്? അന്നുണ്ട്, പക്ഷെ ഇന്ന് അങ്ങനെ കാണാൻ കിട്ടാത്തത്. കബഡി കളി, കബഡി ഇന്നുണ്ട്. കിളികളി, കിളിപ്പാസ്, ഊഞ്ഞാലാട്ടം ഒന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കളിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് പോയാൽ കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അമ്മ പൂരത്തിന്റെയും ഉത്സവങ്ങളുടെയും ഈ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളുടെ ഒരാളാണ്. എന്ത് പ്രോഗ്രാമിനും ഈ പ്രായത്തിലും അമ്മ ഒരു പ്രായഭേദമന്യേ പങ്കെടുക്കുന്ന, അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നീ എന്നാ മാറി നിൽക്കണേ, അയ്യോ. അപ്പോൾ ഈ അമ്മയ്ക്ക് 2 മക്കൾ. മൂത്തയാൾ ഒന്ന് പ്രൈമിൽ കയറി, എനിക്കിത് കിട്ടുന്നില്ല പ്രൈമില്. അപ്പോൾ 2 പേരും ഇവിടെ ഉണ്ട്. അപ്പോൾ നിന്റെ ഓർമ്മ പറ, എന്നിട്ട് 3 അടുത്തോട്ട് പോകാം. എന്റെ ഓണോർമ്മ എന്ന് പറഞ്ഞാൽ സ്കൂളും കോളേജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും ഓണത്തിന്റെ ഓർമ്മകള്. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുന്ന അവിടുത്തെ ആഘോഷങ്ങള്, മത്സരങ്ങള്, അതൊക്കെയാണ് എന്റെ കൂടുതൽ ഓണത്തിന്റെ ഓർമ്മകൾ. വീടുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മ എന്ന് പറയാൻ കുട്ടിക്കാലത്ത് നമ്മൾ പൂക്കളിടാൻ, പൂ പറിക്കാനൊക്കെ പോവായിരുന്നു. പിന്നെ ഞാനൊരു 6ാം ക്ലാസ് തൊട്ട് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പൊ അവധിക്ക് മാത്രമാണ് വീട്ടിലോട്ട് 1-2 ദിവസത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. നവോദയ സ്കൂളിലായിരുന്നു. അപ്പം അവിടെ ഓണാവധി 2-3 ദിവസമൊക്കെ ഉള്ളൂ. അപ്പം അതിന് മുന്നേ നമ്മൾ സ്കൂളിൽ നടത്തുന്ന ഡാൻസ്, പാട്ട്, അങ്ങനത്തെ, പിന്നെ നമ്മുടെ ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെയാണ് ഓണമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലും ഓർമ്മ വരുന്ന കുട്ടിക്കാലത്ത്. പിന്നെ വീടിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ താഴ്ത്തങ്ങാടിയില് ആറ്റില് വള്ളംകളി നടക്കും. അപ്പൊ അത് കാണാനൊക്കെ നമ്മുടെ വീട്ടിലെല്ലാരും പോവായിരുന്നു. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെയാണ്. ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ വലുതായി കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങിയുള്ള വലിയ ഓണാഘോഷം ഒന്നും നടക്കുന്നില്ല. നമ്മുടെ വീട്ടിനകത്ത് തന്നെയുള്ള ഓണം ആഘോഷങ്ങളും 2 കുടുംബം ഒത്തുചേർന്നിട്ടുള്ള ഓണാഘോഷങ്ങളാണ് ഇത്തവണത്തെ അല്ലേ? ഇത്തവണത്തേതല്ല. പിന്നെ ഏറ്റവും വലിയ ഓണത്തെ പറ്റി പറയാനുള്ളത്, നമ്മള് വീട് വെച്ച് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അതിന് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ 2 പേരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അതാണ് ഇത്തവണത്തെ ഓണത്തിന്റെ പ്രത്യേകത. ഇത്തവണത്തെ ഓണം ആനന്ദമാണ് അല്ലേ? ഇത്തവണത്തെ ഓണം ആനന്ദം നിറഞ്ഞതാണ്. യെസ്. നമ്മുടെ എന്നൊക്കെയാ വെച്ചിരിക്കുന്നത്? കൂട്ടാൻ എന്നൊക്കെയാ വെച്ചിരിക്കുന്നത്? ഒന്ന് കാണിച്ച്. മൂന്നൻ പായസം തീർക്കുന്നതിന് മുന്നേ എനിക്ക് അതുകൂടെ എടുക്കണം. അവിയല്,
അവിയലിന്റെ കൺസിസ്റ്റൻസി ഒക്കെ സൂപ്പറാണ് കേട്ടോ. സൂപ്പർ അവിയലാണ്. കഴിക്കാൻ പോകുന്നത് കഴിക്കുമ്പോൾ ഞാൻ ബാക്കി റിവ്യൂ തരാം. പുളിശ്ശേരി, ശരി, സാമ്പാർ, തോരൻ, ക്യാബേജ് തോരൻ. ഇത് ആരാ വെച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പരിപ്പാണ്, ഇഞ്ചിക്കറി, തൊടുകറിയൊക്കെ നമ്മൾ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഇഞ്ചിക്കറി, ബീട്രൂട്ട് പച്ചടി, ഉള്ളി തീയല്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട് അല്ലേ. മാങ്ങ, നാരങ്ങ, അങ്ങനെ അച്ചാറുകൾ, കിച്ചടി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ കാച്ചാറുണ്ട്, പായസം വരുന്നു. പായസം ഇവിടെ ഉണ്ടായതുകൊണ്ട് കലവറയിൽ പായസം ഒരുങ്ങി. അതെ, കലവറയിൽ പായസം ഒരുങ്ങി. ഇതുകളും നമ്മുടെ അനുജന്റെ വൈഫ് ചിന്നുവും കൂടെയാണ് ഈ സാധനങ്ങളൊക്കെ ഒരുക്കിയത്. ഇവിടെ പായസം തകർത്തടിച്ചുകൊണ്ടിരിക്കുക. നന്ദക്കുട്ടാ, അമ്മാവൻ്റെ അടുത്തോട്ട് ഓക്കെ. പായസം ഏതാ? സേമിയല്ലടാ, സേമിയ പായസം. സേമിയ പായസത്തിന് മുൻപേ നമുക്ക് ഓണത്തിന്റെ കാര്യം എല്ലാവരോടും ഞാൻ നമ്മുടെ എന്നാ പറയുന്നത് 2-3 ജനറേഷൻ ഇവിടെ ഉണ്ട്. ഒന്ന് നമ്മുടെ ജനറേഷൻ, നമ്മുടെ മുതിർന്ന ജനറേഷൻ, അതിനുശേഷം വൈഖരി, നന്ദു ഉൾപ്പെടെയുള്ള താഴ്ന്ന 3 ജനറേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ 3 ജനറേഷൻ 3 തരത്തിലുള്ള ഓണം കണ്ടവരാ, ശരിയല്ലേ? അപ്പോൾ ഓണത്തിന്റെ ഓർമ്മ പറഞ്ഞാട്ടെ. ഓണത്തിന്റെ ഓർമ്മ നമ്മൾ പഴയ ഓണം പുതിയ ഓണം എന്നൊന്നും നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ പുതിയ ആൾക്കാരാണല്ലോ. പഴയതിനെ പറ്റി വലിയ പറയാനായിട്ടുള്ള ഇതില്ല. എന്നാലും നമ്മുടെ ഏറ്റവും ചെറുപ്പത്തിലെ ചെറിയ ഓർമ്മകളുണ്ട്. വീട്ടില് വന്നോണ്ടിരുന്ന പുലികളി. വീട്ടിൽ പുലികളി വരുമായിരുന്നു. പുലികളി വരുമായിരുന്നു. നമ്മളൊരു 10 വയസ്സൊക്കെ ഉള്ള ആ ഒരു സമയം വരെ വീട്ടിൽ പുലികളി വരുമായിരുന്നു. അതെ അല്ലേ? പുലിയും വേട്ടക്കാരനും ഒക്കെ ആയിട്ട്. അതെ, കല്ലറ പക്ഷെ പുലികളി വന്നിട്ടില്ല കേട്ടോ, എന്റെ ഓർമ്മയിലില്ല. നമ്മുടെ അവിടെ അതുണ്ടായിരുന്നു. പിന്നെ എട്ടുകളി എട്ടെന്ന് പറഞ്ഞാൽ മറ്റേ എറിയുന്ന സാധനം, പകിടകളി പോലുള്ള എട്ടുകളി അതിപ്പോഴും ഉണ്ട്. പലയിടത്തും അതിപ്പോ ഒരു ടൂർണമെന്റ് ലെവലാണ് നടക്കുന്നത്. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓണ സമയത്ത് അച്ഛന്റെ ഒക്കെ ജനറേഷനുള്ള കുറെ ആളുകൾ ഇപ്പൊ അവര് തന്നെ പലരും മറ്റു പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയ ആളുകളുണ്ട്, മരിച്ചുപോയ ആളുകളുണ്ട്. അതുപോലെ എട്ടുകളി എന്നുള്ളത് ഇപ്പൊ അങ്ങോട്ട് നിന്നുപോയി. നമ്മുടെ പരിസര പ്രദേശങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അങ്ങനെയുള്ള പഴയ ഓണത്തിന്റെ ഓർമ്മകൾ. പിന്നെ സദ്യ എന്നൊക്കെ പറഞ്ഞാൽ അന്നും നമുക്കുണ്ട്. അന്ന് നമ്മള് വീട്ടില് എല്ലാവരും സദ്യ കൊണ്ടിരുന്നു, ഇപ്പോഴും സദ്യ കൊണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ കഴിവതും പഴയ ഓണത്തിനെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുന്ന ഭേദം. കാലം കഴിയുന്നതോറും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. പഴയത് നല്ലതൊന്നും പുതിയത് മോശമൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് കുടുംബത്തോടെ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഓണം ആഘോഷിക്കുക. ഇപ്പോഴത്തെ നമുക്ക് ചെറുതായി കാണണ്ട. ഇപ്പോഴുള്ള അവസരങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും സന്തോഷം പഴയ പോലെ തന്നെ ഓണം ആഘോഷിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം. ടെക്നോളജി ഒക്കെ വളർന്നുകൊണ്ടിരിക്കും, പക്ഷെ മനസ്സിൽ ഓണം ഉണ്ടായിരിക്കുക. ശങ്കരിയുണ്ട്. അപ്പൊ രണ്ടുപേരുടെ ചേർന്ന് ഹാപ്പി. അതിന് മുമ്പ് ശങ്കരിയോട് അതിനുശേഷം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? വളരെ സ്പെഷ്യലാണ്. ചേട്ടന്റെ ചേച്ചിയുടെ കൂടത്തില് പുതിയ വീട്ടില് സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കും. എല്ലാവർക്കും ഹാപ്പി ഓണം. രണ്ടുപേരുടെ എല്ലാവർക്കും ഹാപ്പി ഓണം. ചെറുത് അവിടെ ഇരിപ്പുണ്ട്, ഭയങ്കര ബിസിയാണ്. ഭയങ്കര ബിസി എന്ന് പറയാൻ ഭയങ്കര ബിസിയാണ്. ആള് മുഖം പൊത്തി. ഓക്കെ, ഇനി പായസം. പായസം എന്തോത്രായി? പായസം ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. സേമിയ പായസമാണ് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് സേമിയ സെലക്ട് ചെയ്തത്. പക്ഷെ അത് ഒരുപാട് സമയം എടുത്ത് 2 മണിക്കൂർ എടുത്ത് ഉണ്ടാക്കേണ്ട ഒരു പായസം തന്നെയാണ്. അത് ടേസ്റ്റ് സമയം കൂടുന്തോറും അത്ര ടേസ്റ്റി ആയിട്ട് വരും. കൺസിസ്റ്റൻസി അതുപോലെ തന്നെ ടേസ്റ്റ് അതൊക്കെ അതിനകത്ത് കൂടുതൽ വരും അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രോസസ്സിങ് പകുതി കഴിഞ്ഞു, പകുതി നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഊണിന്റെ സമയത്ത് ഞാനിത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നന്ദുകൂട്ടാ, നമുക്ക് അടുത്തതായിട്ട് ഊണ് അല്ലേ? നമ്മുടെ വിളക്കത്ത് ആദ്യം വിളമ്പി. സാധാരണഗതിയിൽ വിളക്കത്താണ് ആദ്യം വിളമ്പി തുടങ്ങുന്നത്. വിളക്കത്ത് ആദ്യം വിളമ്പിയതിന് ശേഷം നമ്മുടെ ഇവിടെ സദ്യ വിളമ്പി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഒരാൾ ഓൾറെഡി ഉണ്ണാനിരുന്ന് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഊണ്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാണോ? വെള്ളമോ? എന്നാ വേണ്ടേ? വെള്ളം വെള്ളം വരുന്നു. വെള്ളം കുടിച്ചോ. കൈ കഴുകണോ? ചോറുണ്ടേ? അച്ഛൻ വെള്ളം തന്നോളാം, നീ ചോറുണ്ടോ? അപ്പൊ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ മുതിർന്ന ആൾക്കാർക്ക് മാത്രം, നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അച്ഛാ എങ്ങനെയുണ്ട്? നല്ല ഒരു ഓണ സദ്യയാണ്. സൂപ്പറാണോ? സൂപ്പർ. ഇത് നല്ല വിഭവങ്ങൾ. ഇത്രയും കേട്ടാൽ മതി. അമ്മേ എങ്ങനെയുണ്ട്? എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ പ്രത്യേക സന്തോഷം. രുചി എങ്ങനെയുണ്ട്? ഭക്ഷണങ്ങളുടെ രുചി അടിപൊളിയാണ്. സൂപ്പർ ഫാസ്റ്റ് ആവും അല്ലേ? എല്ലാം സൂപ്പർ ആണെന്നാണ് അറിയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സദ്യ അടുത്ത ആൾക്കാരിലോട്ട് എത്താം. എടാ എങ്ങനെയുണ്ട്? അടിപൊളി സദ്യയാണ്. പ്രത്യേകിച്ച് എന്റെ ഭാര്യ ഉണ്ടാക്കിയ പരിപ്പ് സൂപ്പർ. അതെ, ഭാര്യ ഉണ്ടാക്കിയ പരിപ്പ്. ഭാര്യ ധൈര്യപ്പുണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ അടുത്ത ആളിലോട്ട് എത്താം. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കാനായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇരുന്നു. അന്തുകൂട്ടാ എങ്ങനെയുണ്ട്?
ആ നീ എല്ലാം കൂട്ടി തുടങ്ങിയോ? എല്ലാം ഇഷ്ടപ്പെട്ടു. ഓ യെസ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പൂന്താ എങ്ങനെയുണ്ട്? സൂപ്പർ ഫുഡ് കഴിച്ച് അടുത്ത വിഭവങ്ങളിലേക്ക് കടക്കുന്നുള്ളൂ. അവിയല് എല്ലാം കിടിലം. കിടിലം. അവിയൽ എങ്ങനെയുണ്ട്? കിടിലമാണ്. വൈകരി ഹാപ്പി ആണെന്ന് പറഞ്ഞേ. ഹാപ്പി ആണെന്ന് പറ. സൂപ്പർ. അപ്പോൾ ഞങ്ങളുടെ ഓണം 2023 ഞങ്ങളുടെ ആനന്ദത്തിലെ ഓണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എൻ്റെ ഫസ്റ്റ് പേഴ്സണൽ വീഡിയോ ആണ് നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയറിൽ. ഇനി പേഴ്സണൽ വീഡിയോ ഇടാൻ പറ്റുമോ എന്നറിയില്ല, അല്ലെങ്കിൽ ഇടുമോ എന്നും അറിയത്തില്ല. എന്തായാലും ഒരു ഹാപ്പി ആണെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചാലോ? അപ്പോൾ നമ്മുടെ ലോക മലയാളികളായിട്ടുള്ള എല്ലാവർക്കും യെസ്.